ബിൽക്കിസ് ബാനു കൂട്ടബലാത്സംഗ കേസിലെ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്ത ഗുജറാത്ത് സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. ഒപ്പം കുറ്റവാളികളിൽ ഒരാൾ സുപ്രീം കോടതിയോട് കൂട്ടും വഞ്ചന കാട്ടി എന്ന നിരീക്ഷണം കൂടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയത് ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഈ വിഷയത്തിൽ നിയമത്തിൻ്റെ സാധ്യതകളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണാജനകമായ രീതിയിൽ കാര്യങ്ങളും പ്രശ്നങ്ങളും സുപ്രീം കോടതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയെ തന്നെ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ കുറ്റവാളികൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ശിക്ഷയിളവ് നേടിയത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. സുപ്രീം കോടതിയെ തന്നെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ച് ഈ രീതിയിൽ ഒരു കേസിൻ്റെ വിധി തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച അതിഗുരുതരമായ വിഷയമാണ് സുപ്രീം കോടതി ഉന്നയിച്ചത്. കേസിലെ കുറ്റവാളി ഈ കോടതിയോട് തന്നെ വഞ്ചന കാട്ടി. സുപ്രീം കോടതിയോട് തന്നെ 2022 മെയ് മാസത്തിലെ വിധി, അതായത് ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ചിൻ്റെ വിധി, ഇത് നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ സുപ്രീം കോടതി ശക്തമായ നിരീക്ഷണം നടത്തിയത്. ഇളവ് നൽകാനുള്ള അപേക്ഷ ഗുജറാത്ത് സർക്കാരാണ് പരിഗണിക്കേണ്ടത് എന്ന് പ്രതികളിൽ ഒരാളായ രാധേശ്യാം ഷാ സുപ്രീം കോടതിയിൽ നിന്ന് ഉത്തരവ് നേടിയത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ പരാമർശം. തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് രാധേശ്യാം ഷാ എന്ന വ്യക്തി ഈ ഉത്തരവ് നേടിയത് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതികളിൽ ഒരാൾ നടത്തിയ നീക്കത്തിൽ കോടതിയും പെട്ടു എന്ന കുറ്റസമ്മതം കൂടിയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ കേട്ടത്. ഈ പ്രത്യേകമായ കേസിൽ കുറ്റക്കാരുടെ ശിക്ഷയിൽ ഇളവിനും അതുവഴി അവരുടെ മോചനത്തിനും വഴിവെച്ച നടപടിക്ക് തുടക്കമിട്ടത് സുപ്രീം കോടതി വിധി തന്നെയായിരുന്നു. ഗുജറാത്ത് സർക്കാരിന് ഈ ഇളവ് തീരുമാനിക്കാം, അതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് ഉണ്ട് എന്നായിരുന്നു 2022 മെയ് മാസത്തിലെ സുപ്രീം കോടതി വിധി. ഇതിൽ പുനഃപരിശോധനയ്ക്ക് വഴി തേടാതെ ഇതൊരു ഉപായമാക്കി, ഇതൊരു തന്ത്രമാക്കി മാറ്റിയ ഗുജറാത്ത് സർക്കാരിനെയും ശരിക്കും വിമർശിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇളവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച ക്രിമിനൽ നടപടി ചട്ടത്തിലെ CRPCയിലെ വ്യവസ്ഥയിൽ ഇതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാകും. കുറ്റവാളി വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യപ്പെട്ട സംസ്ഥാനത്തെ സർക്കാരിനാണ് ഇതിന് അധികാരം, അതായത് മഹാരാഷ്ട്ര സർക്കാരിനാണ് ഇതിന് അധികാരം. വിചാരണയുടെയും ശിക്ഷയുടെയും സ്ഥലത്തിനാണ് ഊന്നൽ, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇക്കാരണത്താൽ ബിൽക്കിസ് ബാനു കേസിലെ ഗുജറാത്ത് സർക്കാരിൻ്റെ നടപടി വ്യക്തമായി തന്നെ റദ്ദാക്കാം. അതിന് മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന കാര്യം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ഗുജറാത്ത് ഹൈക്കോടതിക്ക് തീരുമാനിക്കാമെന്ന സുപ്രീം കോടതിയുടെ വിധിയാണ് ഇവിടെയും പ്രശ്നമായത് എന്ന സൂചന ജസ്റ്റിസ് നാഗരത്ന അവർ എഴുതിയ വിധിയിലുണ്ട്. ഈ നിയമ പ്രശ്നങ്ങളെ തെറ്റിദ്ധാരണാജനകമായി അവതരിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലടക്കം ഇത് തെറ്റായ രീതിയിൽ ഇതിൻ്റെ അവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ട് നടത്തിയ വളരെ തന്ത്രപരമായ ഒരു കള്ളത്തരമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ അധികം വായനയുടെ ആവശ്യമില്ല എന്ന കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിഷ്പക്ഷമല്ലാത്ത അധികാരം, അതായത് തങ്ങൾക്കില്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് ഗുജറാത്ത് സർക്കാർ ചെയ്തത്. ഇത് അധികാര ദുർവിനിയോഗമാണ്, നിയമവാഴ്ച ലംഘിക്കപ്പെടുന്നു എന്ന കാര്യം സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതിനായി ദുരുപയോഗം ചെയ്തു, ഉപയോഗിച്ചു എന്ന് പറയാൻ പറ്റില്ല, ദുരുപയോഗം ചെയ്തു. അതുപോലെ ഇത്തരത്തിൽ ഉള്ള സംഭവവികാസങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നിയമ സംവിധാനങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ജസ്റ്റിസ് നാഗരത്ന അവരുടെ വിധിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിൽക്കിസ് ബാനു സമർപ്പിച്ച ഹർജി നിലനിൽക്കും എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ നേരിട്ട് കക്ഷിയല്ലാത്തവർ നൽകിയ പൊതു താൽപ്പര്യ ഹർജി, മഹുവ മൈത്രയും അതുപോലെ തന്നെ സുഭാഷിണി അലിയും മറ്റും നൽകിയ ഹർജി നിലനിൽക്കുമോ എന്ന വിഷയം ഉചിതമായ മറ്റൊരു കേസിൽ പരിശോധിക്കാം. കേസിലെ ഇരയായ ബിൽക്കിസ് ബാനു തന്നെ കോടതിയെ സമീപിച്ചതിനാൽ അതിന് ഉത്തരം നൽകേണ്ട കാര്യമില്ല, മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് നാഗരത്ന ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. നിയമവ്യവസ്ഥകളുടെ പരമപ്രാധാന്യവും കുറ്റവാളികളുടെ വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. അത് ശരിയായ നടപടിയാണ്. എന്നാൽ പോലും ഈ കേസിൽ ഇത്തരത്തിൽ തെറ്റിദ്ധാരണാജനകമായൊരവസ്ഥ സൃഷ്ടിച്ചത് ഒരിക്കലും പ്രതികൾ മാപ്പർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ഇളവുകൾ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നു എന്ന കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ നമ്മുടെ 21-ാം വകുപ്പ് പ്രകാരം, ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം അനുവാദമില്ല. എങ്കിലും നിയമവ്യവസ്ഥ ലംഘിക്കും വിധം വ്യക്തി സ്വാതന്ത്ര്യം അതിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാനാകുമോ എന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. ഒരിക്കലും ആകില്ല. നിയമ സംവിധാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നമുക്ക് തീർച്ചയായിട്ടും അതിന് പ്രാധാന്യമുണ്ട്. എങ്കിലും ആ സ്വാതന്ത്ര്യം നിയമവ്യവസ്ഥയ്ക്ക് മുകളിലാകാൻ പാടില്ല. ഒരു പ്രതിയെ പിടിച്ച് ജയിലിലിടുമ്പോൾ അയാളുടെ സ്വാതന്ത്ര്യം, അയാളുടെ മറ്റ് അവകാശങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നത് ശരിയാണ്. പക്ഷേ
നിയമലംഘനങ്ങൾ കടന്നു വരുമ്പോൾ, നിയമത്തെ വെല്ലുവിളിക്കുമ്പോൾ, നിയമവ്യവസ്ഥയെ തന്നെ ഇല്ലാതാക്കുമ്പോൾ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അവിടെ ഒരു വിലയുമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ഈ കോടതിയുടെ തെറ്റായ ഉത്തരവുകൾ എത്രയും വേഗം തിരുത്താനും, നേരത്തെ തെറ്റിദ്ധാരണാജനകമായ ഒരു കാര്യം ഈ രാധേശ്യാം ഷാ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായി അത് കോടതിയുടെ തെറ്റായ ഉത്തരവുകൾ അത് എത്രയും വേഗം തിരുത്താനും പൊതുജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ നിലനിർത്താനും കോടതി ശ്രദ്ധിക്കണം. ബിൽക്കീസ് ബാനു കേസിൽ ഇളവ് നേടുന്നതിനായി ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ ദുരുപയോഗം ചെയ്ത കുറ്റവാളി അയാൾ നിയമവ്യവസ്ഥയ്ക്കും രാജ്യത്തിൻ്റെ നീതിന്യായ സംവിധാനത്തിനും തന്നെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് ആ ഒരു തന്ത്രം മെനഞ്ഞത് എന്ന കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്.